നമ്മുടെ ഈ വിചാരകേന്ദ്രത്തിന്റെ ഇന്നത്തെ ഈ പരിപാടി സരസ്വതി ദക്ഷിണയോടൊപ്പം ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ പശ്ചാത്തലം ബഹുമാന്യ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ ഈ സമീപകാലത്ത് ഒരു വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള വളരെ ഗുരുതരമായ ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ നാടിനെ, ഭാരതത്തെ എങ്ങനെയൊക്കെ എത്രത്തോളം ബാധിക്കാൻ ഇടയുണ്ട് എന്ന ആശങ്ക കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ ജൻസി വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തീരുമാനിച്ചത്. താരതമ്യേന ഒരു പുതിയ വിഷയമായതുകൊണ്ട് ഇതിനു മുമ്പ് നമുക്ക് ഇത് വളരെ വ്യാപകമായോ ആഴത്തിലോ ഒന്നും ചർച്ച ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു ചർച്ചയുടെ തുടക്കം എന്ന നിലയിലോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ ചില ചർച്ചകൾ എന്ന നിലയിലോ മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ കാണേണ്ടതുള്ളൂ. ശ്രീലങ്കയിലും തുടർന്ന് 2024 ജൂലൈ മാസം ആരംഭിച്ച് ബംഗ്ലാദേശിൽ ആഗസ്റ്റ് 5-ാം തീയതി പ്രധാനമന്ത്രി ബീഗം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതോടെ അവസാനിച്ച പ്രക്ഷോഭവും അക്രമ സംഭവങ്ങളും നമുക്ക് തൊട്ടടുത്ത് ബംഗ്ലാദേശിലുണ്ടായ സംഭവം. ഏതാണ്ട് 1000-ഓളം പേർ മരണപ്പെട്ടുവെന്നും അതിനേക്കാൾ എത്രയോ ഇരട്ടി പേർക്ക് പരിക്കു പറ്റിയെന്നും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടുവെന്നും ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു സമൂഹത്തിന് കൊട്ടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നുവെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, ജൂലൈ വിപ്ലവം, മാസ് റൈസിംഗ്, ജൻസി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ബംഗ്ലാദേശിൽ നടന്ന ഈ പ്രക്ഷോഭ അക്രമ സംഭവങ്ങൾ. അതിനിടയായ ചില സാഹചര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഏറെ പ്രചരണം ലഭിച്ചതാണ് എന്നതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ കടക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. സർക്കാർ ജോലിയിലെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് ഉണ്ടായ കോടതി വിധിക്കെതിരെ ആണ് ഈ വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ആരംഭിച്ചിരുന്നത്. മുഹമ്മദ് യൂനിസിനെ മുഖ്യ ഉപദേഷ്ടാവാക്കി അതിനുശേഷം സർക്കാർ രൂപീകരിച്ചു. അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, പടിഞ്ഞാറിന്റെ നോമിനിയാണ്. പ്രക്ഷോഭ സന്ദർഭത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കടുത്ത പ്രതികരണമാണ് അക്രമത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ അക്രമാസക്തമായ ഒരു പ്രക്ഷോഭം നടക്കുന്ന സന്ദർഭത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് ആ സർക്കാരിനൊപ്പമായിരുന്നുവോ അതോ പ്രക്ഷോഭകാരികൾക്കൊപ്പമായിരുന്നുവോ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന ചോദ്യം. സർക്കാരിന്റെ അടിച്ചമർത്തൽ അവസാനിപ്പിക്കാൻ ഹസീനയോട് അഭ്യർത്ഥിക്കണമെന്ന് വിദേശ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ആര്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അന്താരാഷ്ട്ര സംഘടന. ഇത്തരം അന്താരാഷ്ട്ര സംഘടനകൾ ഈ സന്ദർഭത്തിൽ ചെയ്തത് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും പ്രക്ഷോഭകാരികളെ സഹായിക്കുകയുമായിരുന്നു. ഇത് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളാണ്. ഇതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, സേനാ അതിക്രമം ആണ് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് എന്നതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു ലോകം മുഴുവനും. ഷെയ്ഖ് ഹസീനയുടെ മേല് അവരുടെ മകൻ സജീദ് വാസദ് ബംഗ്ലാദേശ് പ്രശ്നങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്തിന്റെ പിന്തുണയുണ്ട് എന്ന് പറയുകയുണ്ടായി. ആഗസ്റ്റ് 11-ന് ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ
അമേരിക്കയുടെ സ്വാധീനമുണ്ട് എന്ന് തുറന്നു പറഞ്ഞു. ഇത് വൈറ്റ് ഹൗസ് നിഷേധിച്ചു. എങ്കിലും അക്രമ സംഭവങ്ങളെ സംബന്ധിച്ചു അതിന്റെ വിശദാംശങ്ങളും മരണവും കൊലപാതകവും അതുപോലെ ഈ പരിക്ക് പറ്റിയതും ഒക്കെ അതിന്റെ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഭവങ്ങളെ, ചില പ്രത്യേക വസ്തുതകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, അന്താരാഷ്ട്ര സംഘടനകളുടെ സമീപനം. 2, അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന ഷെയ്ഖ് ഹസീനയുടെയും മകന്റെയും ഒക്കെ പ്രസ്താവനകൾ. നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിച്ച് പൂർണ്ണ തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന രാജ്യത്ത് 1.5 പതിറ്റാണ്ടിലധികം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകൾ രാജ്യത്തെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹ്യവുമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന് എതിരായി പ്രതിഷേധം ശക്തമാകുന്നു എന്ന് കണ്ട KP ശർമ്മ ഒലി സർക്കാർ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എക്സും അടക്കം 26 സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. ഇതോടെ കാഠ്മണ്ഡു വലിയൊരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു. ജൻസി എന്ന് പേരിട്ട പുതുതലമുറയുടെ സമരം അധികാര കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞു. 2025 സെപ്റ്റംബർ 9 പ്രധാനമന്ത്രി ഒലി രാജിവെച്ചു. സെപ്റ്റംബർ 12 ഹിമാലയ ദേശത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി ചുമതലയേറ്റു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു നേപ്പാൾ സംഭവം. ഇതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ബഹുമാന്യ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം സൂചിപ്പിച്ച ഈ പുതിയ ജനറേഷൻ സെഡ്, അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന 1981 മുതൽ 96 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ജനിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനറേഷൻ വൈ എന്ന് പറയാറുള്ളത്. 1997 ശേഷം 2013 വരെയൊക്കെയുള്ള ആ കാലത്ത് ജനിച്ചവരാണ് ഈ ജെൻസെഡ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ് സംഗതി? ബഹുമാന്യ അധ്യക്ഷൻ ഹ്രസ്വമായ അദ്ദേഹത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിൽ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് ഈ ജെൻസെഡ് ഈ തലമുറയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ശരിയാണ്. സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒരു വിലയിരുത്തൽ അനുസരിച്ച് തികച്ചും ശരിയായ ഒരു നിഗമനമാണത്. എന്നാൽ ജെൻസെഡിനെ അക്കാഡമിക് തലത്തിൽ വിലയിരുത്തിയാൽ, അക്കാദമിക് വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് എന്താണ് ഈ വിഭാഗത്തിന്റെ സ്വഭാവവും പ്രവണതയും അതിന്റെ കാരണവും അവരെ ഏത് നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഒരു അക്കാഡമിക് പഠനമനുസരിച്ച് ചിന്തിച്ചാൽ അതെങ്ങനെയിരിക്കും? നമുക്കതൊന്ന് നോക്കാം. അക്കാഡമിക് വിദഗ്ധർ എന്ന നിലയിൽ ഡോക്ടർ KP വിപിൻചന്ദ്രനും ഡോക്ടർ P സന്ധ്യയും കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർമാരാണ് ഇവർ രണ്ടുപേരും. ഇവർ തയ്യാറാക്കിയിട്ടുള്ള ജൻസിയെ കുറിച്ചുള്ള ഒരു പഠനം അത് ഇങ്ങനെയാണ്. ജൻസി അതായത് ജനറേഷൻ സെഡ് തലമുറ 1997 മുതൽ 2012 വരെ ജനിച്ചവരാണ്. ഈ പഠനം നമ്മൾ ഇവിടെ പ്രസക്തമാവുന്നത് എന്താണ് ഈ വിഭാഗം മനഃശാസ്ത്രപരമായി ഈ തലമുറ എങ്ങനെയാണ്, അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ അഭിരുചികൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന നിലയിലാണ്. ലോകമാകെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഭാഗമാണിത്. ഇന്ത്യയിൽ 35 വയസ്സിന് താഴെയുള്ള ഏകദേശം 65% ഭാരതത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ 65% അവർ നിർണായക സ്ഥാനത്താണ്. രാജ്യത്തെ ജനസംഖ്യാപരമായ നേട്ടത്തിന് മുഖ്യ ശക്തിയായി മാറുകയും ചെയ്യുന്നു ഈ വിഭാഗം. നേപ്പാളിൽ അഴിമതി,
തൊഴിലില്ലായ്മ, സോഷ്യൽ മീഡിയ നിരോധനം തുടങ്ങിയ വിഷയങ്ങളിൽ ജൻസി ശക്തമായി പ്രതിഷേധിക്കുകയും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കപ്പെട്ടപ്പോൾ ഡിജിറ്റൽ ഇടപെടലുകൾ വഴി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഭരണമാറ്റത്തിനു പോലും വഴിയൊരുക്കുകയും ചെയ്തു. ജൻസിയുടെ വ്യത്യസ്ത ഉപഭോഗശീലങ്ങളും ഡിജിറ്റൽ ഇടപെടലുകളും വിപണികളെ നവീന വഴികളിലേക്ക് നയിക്കുന്നു. ഫാഷൻ, ഭക്ഷണം, ലൈഫ് സ്റ്റൈൽ, പണമിടപാടുകൾ എന്നിവയിൽ പുതിയ പ്രവണതകൾ രൂപപ്പെടുന്നു. സ്വാതന്ത്ര്യബോധവും സൃഷ്ടിപരതയും ചേർന്ന ജൻസി ഇന്ത്യയുടെയും അന്താരാഷ്ട്ര വിപണികളുടെയും വികസന ദിശകൾ പുനർനിർവചിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. അതിനാൽ ഈ തലമുറയുടെ സാധ്യതകളെ ഗുണപരമായി പ്രയോജനപ്പെടുത്തുന്ന നയപരമായ പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇത് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാചകമാണ്. അതിനാൽ ഈ തലമുറയുടെ സാധ്യതകളെ ഗുണപരമായി പ്രയോജനപ്പെടുത്തുന്ന നയപരമായ പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇവരെ ആരുപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും അവരുടെ പ്രവൃത്തികൾ. അതിനെ ഗുണപരമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനനുസരിച്ച നയപരിപാടികൾ ആവശ്യമാണ്. മാറുന്ന ഉപഭോഗശീലങ്ങളും സാമ്പത്തിക പ്രവണതകളും ജൻസി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന തലമുറയായി മാറിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തം ഉപഭോഗ ചെലവുകളുടെ ഏകദേശം 43% ജൻസിയുടെ പങ്കാണ്. ഇത് ഏകദേശം 25,000 കോടി ഡോളർ നേരിട്ട് ചെലവാക്കിയതിന് തുല്യമാണ്. സ്വതന്ത്രമായ സാമ്പത്തിക ഇടപെടലുകളും ഡിജിറ്റൽ പ്രാവീണ്യവും പുതിയ ആശയവിനിമയ ശൈലികളും അവരുടെ പ്രത്യേകതകളായി മാറിയിരിക്കുന്നു. ഈ സ്വാധീനം UPI പണമിടപാടുകൾ പോലുള്ള ഡിജിറ്റൽ ഇടപെടലുകളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. ജൻസിയുടെ ഉപഭോഗശീലങ്ങൾ മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമി, സ്വർണം, റിയൽ എസ്റ്റേറ്റ്, സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയ മുൻ തലമുറകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൻസി വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഡിജിറ്റൽ സേവനങ്ങൾ, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, യാത്ര, ഭക്ഷണം എന്നിവയ്ക്കായി ചെലവിടുന്നു. ഉപഭോഗം വ്യക്തിപരമായ സ്വത്വപ്രകടനത്തെയും തൽക്ഷണ സംതൃപ്തിയെയും കേന്ദ്രമാക്കുന്നു. ഇത് സാമ്പത്തിക വിവേകത്തിന്റെയും ദീർഘകാല സമ്പാദ്യത്തിന്റെയും പരമ്പരാഗത മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫ്ലാഷ് സെയിൽസ്, റിവാർഡുകൾ, ഇൻഫ്ലുവൻസർ എൻഡോമെന്റുകൾ എന്നിവ ഉപഭോഗത്തെ തൽക്ഷണ പരിഗണനയിലേക്ക് നയിക്കുന്നു. ഇതിലൂടെ ഫിൻടെക്, ഇ-കോമേഴ്സ്, വിനോദ സ്ട്രീമിംഗ്, ഫാഷൻ, സൗന്ദര്യ സംരക്ഷണം എന്നീ മേഖലകളിൽ വളർച്ചയ്ക്ക് ശക്തി പകരുന്നു. ജൻസിയുടെ സ്വയം സംരംഭകത്വവും സൃഷ്ടിപരതയും ഡിജിറ്റൽ പ്രാവീണ്യവും വിപണിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പുതിയ ദിശാബോധം നൽകുന്നു. ഫ്രീലാൻഡിംഗ്, ഗിഗ് ഇക്കോണമി, സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, മൊബൈൽ ബാങ്കിംഗ്, ക്രിപ്റ്റോ കറൻസി, ഇൻവെസ്റ്റ്മെന്റ് ആപ്പുകൾ എന്നിവ ജൻസിയുടെ സാമ്പത്തിക ഇടപെടലുകൾ സുസ്ഥിരവും കാര്യക്ഷമവും ആക്കുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, സുഡിയോ, ട്രെൻഡ്സ്, ലൈഫ് സ്റ്റൈൽ, യൂബർ, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സേവനങ്ങളും അനുഭവങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ 2035 ജൻസിയുടെ സാമ്പത്തിക സ്വാധീനം 2 ലക്ഷം കോടി ഡോളർ വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൈക്കുകളും ഫോളോവേഴ്സും ജൻസി തലമുറയുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു. ലൈക്കുകൾ, ഫോളോവേഴ്സ്, ഷെയറുകൾ എന്നിവ അവരുടെ സ്വയം പ്രകടനത്തിനും സാമൂഹിക അംഗീകാരത്തിനും മാനദണ്ഡമായി മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, പോഡ്കാസ്റ്റുകൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിപരത, ആശയവിനിമയം, വ്യക്തിത്വ വികസനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, കരിയർ അവസരങ്ങൾ എന്നിവയ്ക്ക് വേദി നൽകുന്നു. ജൻസി ഇന്ത്യയിലെ രാഷ്ട്രീയ ഇടപെടലുകളുടെ പരമ്പരാഗത രീതികളെ മറികടന്ന്
പുതിയ രൂപങ്ങൾ അവതരിപ്പിക്കുന്നു. അവർ റാലികൾ, പാർട്ടി അംഗത്വം, പരമ്പരാഗത വോട്ടിംഗ് രീതികൾ മാത്രമല്ല പിന്തുടരുന്നത്, മറിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മുഖേന സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ, ഓൺലൈൻ ഹർജികൾ, ഇൻഫ്ലുവൻസർ മാർഗത്തിലുള്ള പ്രചരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് 2012 ഡൽഹിയിലെ നിർഭയ കേസിന് ശേഷം നിർഭയ ഹാഷ്ടാഗ് സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പൊതുചർച്ചകൾക്ക് വഴിവെച്ചു. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ 2011-12 കാലത്ത് ക്യാമ്പയിനുകൾക്കായി ജൻസി സജീവമായ ഓൺലൈൻ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അടുത്ത കാലത്ത് CAA സംബന്ധിച്ച CAA പ്രൊട്ടസ്റ്റ്സ്, അന്താരാഷ്ട്ര തലത്തിൽ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ പോലുള്ള പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ എന്നിവ ജൻസിയുടെ സജീവ പങ്കാളിത്തം വ്യക്തമാക്കുന്നു. ഇവരുടെ ഇടപെടലുകൾ ഓൺലൈനായി മാത്രമല്ല ഓഫ്ലൈനായും നമ്മുടെ ലോകത്തെ സ്വാധീനിക്കുന്നു. സ്വതന്ത്രമായ ധാരണകളും സാമൂഹികവും നീതിപൂർവവുമായ പ്രതീക്ഷകളും നിലനിർത്തിക്കൊണ്ടാണ് ജൻസി ഇന്ത്യയിലെ പൊതുചർച്ചകളിലും പ്രകടനങ്ങളിലും സജീവമായി പങ്കുചേരുന്നത്. ഇതിലൂടെ അവർ ജനാധിപത്യ പ്രതീക്ഷകളെ പുതുക്കുകയും സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി മാറുകയും ചെയ്യുന്നു. ജൻസി തലമുറ ഇന്ന് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നു. പരമ്പരാഗത സാമ്പത്തിക സിദ്ധാന്തം വ്യക്തി തീരുമാനങ്ങളെ യുക്തിപരതയുടെ മാനദണ്ഡത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ജൻസിയുടെ പെരുമാറ്റങ്ങൾ, മനഃശാസ്ത്രപരമായ പക്ഷപാതങ്ങൾ, ഡിജിറ്റൽ സംസ്കാരം, സാമൂഹിക സ്വാധീനം എന്നിവ ഉൾക്കൊള്ളുന്ന ബിഹേവിയറൽ എക്കണോമിക്സ് സമീപനത്തിലൂടെയാണ് വിശകലനം ചെയ്യുന്നത്. പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അവരുടെ ധനകാര്യശീലങ്ങൾ വളർത്താനും സുസ്ഥിര ഉപഭോഗം പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. അതിന്റെ ഫലമായി ഡിജിറ്റൽ പ്രാവീണ്യവും പുതിയ അഭിരുചികളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക മാറ്റങ്ങളിലും പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പഠനം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വളരെ ഗൗരവമായി കാണേണ്ടുന്ന, സമീപിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് പുതിയ തലമുറ. പുതിയ തലമുറ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, പരമ്പരാഗത രീതികളിൽ നിന്ന് അവർ എങ്ങനെയൊക്കെയാണ് മാറി ചിന്തിക്കുന്നത്, ഈ ഇന്റർനെറ്റിന്റെ പ്രഭാവം അവരെ ഏതൊക്കെ ലോകങ്ങളിലാണ് എത്തിച്ചിട്ടുള്ളത് എന്നൊക്കെ, അവരുടെ അഭിരുചികളിലും ആഗ്രഹങ്ങളിലും വന്ന മാറ്റം എന്തൊക്കെയാണ്, ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവനും തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഭാഗത്തെ സമീപിക്കാൻ തന്നെ കഴിയുകയുള്ളൂ. ഗുണപരമായി അവരെ ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായ നയസമീപനങ്ങളാണ് നാം അന്വേഷിക്കേണ്ടത് എന്നാണ് ഈ പഠനത്തിൽ ഇവർ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും, വിശേഷിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ അസ്ഥിരത പടർത്തുന്നതിനു വേണ്ടി, ഇപ്പൊ ബംഗ്ലാദേശിലും നേപ്പാളിലും ഒരു പരിധിവരെ ലഡാക്കിൽ അത് വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ഒരു കരുത്തുറ്റ സമൂഹവും ഭാരതത്തിലുണ്ട് എന്നതുകൊണ്ടാണ് അത് സാധിച്ചത്. അത് എത്ര കാലം എങ്ങനെ ഒക്കെ സാധിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഏതായാലും തൽക്കാലം സാധിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഭാഗത്തെ ലോകം മുഴുവനും അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, വിശേഷിച്ചും ഏഷ്യൻ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി രൂപപ്പെട്ടു വന്നിട്ടുള്ള, എത്രയോ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, എല്ലാം NGO കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ ഏതാനും ചിലതിൻ്റെ പേരുകൾ ഞാനിവിടെ വായിക്കാം. ഫ്രീമേസൺസ്. ഇപ്പോൾ ഫ്രീമേസൺസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് നമ്മൾ സാധാരണ നിലയിൽ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആഴത്തിലുള്ള പഠനം ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ മാത്രമേ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. മറ്റൊന്ന് ബവേറിയൻ ഇല്ലുമിനാറ്റി, സ്കൾ ആൻഡ് ബോൺസ്,
ബിൽഡർബർഗ് ഗ്രൂപ്പ്, ഓപ്പസ് ഡേ, ട്രിലേറ്ററൽ കമ്മീഷൻ, കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ്, റോക്ക്ഫെല്ലർ ഫാമിലി, റോഡ്ഷീൽഡ് ഫാമിലി, അതോടൊപ്പം ജോർജ് സോറോസ് നടത്തുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ, ഹില്ലാരി ക്ലിന്റൺ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു NGO, ഈ തരത്തിലുള്ള സംഘടനകൾ, ഈ തരത്തിലുള്ള NGOകൾ ഇത് ലോകത്തിൽ മുഴുവനും അസ്ഥിരത പടർത്തുന്നതിന് വേണ്ടി എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ, NGOകളാണ്. അതായത് ലോകത്തിൽ ഭരണകൂടങ്ങൾ, ഇപ്പോൾ ഓരോ രാജ്യത്തെയും നിയന്ത്രിക്കുന്നത് അത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളാണ് എന്നൊക്കെ പൊതുധാരണ ഉണ്ടെങ്കിലും ഭരണകൂടങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തികളാണ് ഇവരൊക്കെ. അവർക്ക് എങ്ങനെയാണ് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നത് നമുക്ക് അതിനുശേഷം പിന്നീട് നോക്കാം. ഏതായാലും ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന ആരിപ്പോൾ ഉദാഹരണത്തിന് ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഒക്കെ ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ സമൂഹത്തെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന വിഭാഗമാണ് ജനസി പ്രക്ഷോഭത്തിലൂടെ ഇവരെ മറിച്ചിട്ടത്. ഇനി ഇവരെയും നിയന്ത്രിക്കുന്നത് സാധാരണ ജനസമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടം, ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന ഇതുപോലുള്ള NGOകൾ, ഈ NGOകളെ നിയന്ത്രിക്കുന്ന, അവർക്ക് വെള്ളവും വളവും നൽകി സാമ്പത്തികമായ സകല സഹായം, നിയമപരമായിട്ടുള്ള എല്ലാ സുരക്ഷയും എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ സൃഷ്ടിച്ചതാരാണ്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ടിങ് നൽകി കൊടുക്കുന്നത് ആരാണ്? അതാണ് നമ്മൾ ഇന്ന് പുതിയ പേര് അല്ലെങ്കിലും പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും സമീപകാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡീപ് സ്റ്റേറ്റ് ഇതൊരു അദൃശ്യ ശക്തിയാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്നുന്ന ആളുകളാണ്. അങ്ങനെ ഒരു സംഘടനയുണ്ടോ? അങ്ങനെ ഒരു സംഘടനയില്ല. പിന്നെ ആരാണ്, എന്താണ്, ഇതെവിടെ കണ്ടെത്താൻ കഴിയും? ആർക്കും അറിയില്ല. ലോകത്തിൽ എവിടെയൊക്കെയോ അദൃശ്യരായി നിന്നുകൊണ്ട് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ തക്ക പ്രാപ്തിയുള്ള, ഇപ്പൊ വായിച്ചതും വായിക്കാത്തതുമായിട്ടുള്ള ഇത്തരം NGOകളെ അവരെ നിയന്ത്രിക്കുന്ന വിഭാഗമാണ്, ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പേരുടെ പേരുകളൊക്കെ അറിയാവുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പേര് ജോർജ് സോറോസിന്റെയാണ്. ജോർജ് സോറോസിനെ പോലെയുള്ള, അപ്പൊ ഡീപ് സ്റ്റേറ്റിന് ഒരു നിർവചനമോ ലളിതമായി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നോ ഒക്കെ ചോദിച്ചാൽ സാധാരണ അതിനെക്കുറിച്ച് പറയാറുള്ളത് പാരമ്പര്യാഭിമാനമുള്ള, വംശാഭിമാനമുള്ള യൂറോപ്പിലെയും അമേരിക്കയിലെയും, വടക്കൻ അമേരിക്ക, യൂറോപ്പ് പ്രദേശങ്ങളിലായി വംശാഭിമാനമുള്ള, അതോടൊപ്പം തന്നെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അദമ്യമായ അഭിവാഞ്ചയോടുകൂടിയ ഒരു വൈറ്റ്മെൻ കൂട്ടായ്മയാണ് ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ സോറസിനെ പോലെയുള്ളവർ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ പലരും ഉണ്ടാകാം. ഇതില് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാം. ഈ ബിൽഡർബർഗ് എന്ന ഗ്രൂപ്പ്, ഇത് നേരത്തെ സൂചിപ്പിച്ച NGOകളിൽ ഒന്നാണ് ബിൽഡർബർഗ് എല്ലാ മാസവും, എല്ലാ വർഷവും വർഷത്തിലൊരിക്കൽ ഒരു സമ്മേളനം കൂടും അവര്. ആ സമ്മേളനം എവിടെ കൂടും എന്ന് ചോദിച്ചാൽ അത് അജ്ഞാതമായിരിക്കും. അത് 1954 മുതൽ ആരംഭിച്ചിട്ടുണ്ട് അവര്. അപ്പൊ 1954 45 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം യൂറോപ്പിലോ അമേരിക്കയിലോ ഇനി മുതൽ, അത് ഏഷ്യൻ രാജ്യങ്ങൾ അവർ പരിഗണിച്ചിട്ടേ ഇല്ല, ഇനി മുതൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു യുദ്ധം ഉണ്ടാവരുത് എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. ഇതിൽ പങ്കെടുക്കുക, ഈ അവസാനം 2025 ഇത് നടന്നു കഴിഞ്ഞു. 2025 ഇത് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു. 2024 ഇത് സ്വീഡനിൽ വെച്ചായിരുന്നു. ഇതിൽ ഏതാണ്ട് 74-75 പേരാണ് ഇതിൽ പങ്കെടുക്കുക.
അതിൽ പങ്കെടുക്കുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള തെളിവ് അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ അവിടെ നടന്ന ചർച്ചകളുടെ പേര് ഒന്നും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതിൽ എന്തായിരുന്നു അവർ ചർച്ച ചെയ്തത്, ആരൊക്കെയായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇതിൽ അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരിൽ ചിലർ, ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ IT ഭീമന്മാരുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഈ പൊതുമേഖലാ ഭീമന്മാരുടെ സിഇഒമാര്, അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ കോമൺവെൽത്ത്, അത് ഈ ഐക്യരാഷ്ട്രസഭ, മനുഷ്യാവകാശ കമ്മീഷൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെയുള്ള വേൾഡ് ബാങ്ക്, മോണിറ്ററി IMF തുടങ്ങിയിട്ടുള്ള ഈ അന്താരാഷ്ട്ര ബാങ്കുകളിലെ മോണിറ്ററി സാമ്പത്തിക സംവിധാനങ്ങളിലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇവരൊക്കെയാണ് ഇതിൽ ഒരുമിച്ച് കൂടാറുള്ളത്. അവർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇപ്പോൾ ഇതിനെന്താണ് തെളിവ്, അല്ലെങ്കിൽ ഇത് അവരെന്താണ് ചർച്ച ചെയ്തത്, ഇത് നമുക്കൊരു തെളിവായിട്ട് ഹാജരാക്കാൻ കഴിയില്ല. ഇതേപോലെ ഈ പറഞ്ഞ എല്ലാ, ഇപ്പോ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ സംഘടന അതിന്റെ പേര് ഫ്രീമേസൺസ്. ഈ ഫ്രീമേസൺസ് എന്ന ഈ NGO അവര്, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പൊ കോഴിക്കോട് ഈസ്റ്റില് ഒരു താവളമുണ്ട് അവരുടെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കേൾക്കുന്നു, അവിടെ അജ്ഞാതരായിട്ടുള്ള ചിലര് ചില സന്ദർഭങ്ങളിൽ യോഗം ചേരാൻ വേണ്ടി വരാറുണ്ട്, എല്ലാം വമ്പന്മാരാണ് എന്ന ഒരു വാർത്ത മുമ്പ് മുതലേ കേൾക്കാറുണ്ട്. പക്ഷെ അത് എന്തിൻ്റെതായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഇത് ഈ NGOയുടെ സമ്മേളനമാണ് എന്നും അതിലൊക്കെ പങ്കെടുക്കാറുള്ളത് വമ്പന്മാരായിരുന്നു എന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മുടെ ലോകത്ത് ഈ തരത്തിലുള്ള സമ്മേളനങ്ങളും ഒരുമിച്ച് കൂടലുകളും ഒക്കെ നടക്കുന്നു ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി. ഡീപ് സ്റ്റേറ്റിന് ചിന്തിക്കാനുള്ളത്, അവർക്കിപ്പോൾ ഉദാഹരണത്തിന് അവരെന്താഗ്രഹിക്കുന്നു, അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അന്വേഷിച്ചു പോയാൽ എന്താണ് നമ്മളുടെ നാട്ടിൽ ഈ വോട്ട് ചോരി, അതുപോലെ ജാതി സെൻസസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ എന്താണ് സോറോസിന് താല്പര്യം? സോറോസ് ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരിയല്ല. അദ്ദേഹം ഒരു കപട മനുഷ്യസ്നേഹി എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹവുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഭാരതത്തിലെ സർക്കാർ തകരണം, ഇതിനെ മാറ്റി ഇന്നത്തെ മോഡി സർക്കാരിനെ മാറ്റി മറ്റൊരു സർക്കാരിനെ അവിടെ സ്ഥാപിക്കണം. അത് തങ്ങളുടെ കളിപ്പാവിയായ ഒരു സർക്കാരായിരിക്കണം. ഇത് ലോകം മുഴുവനും നടക്കണം. ഇതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യവും ആഗ്രഹവും. നമുക്ക് ഈ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഡീപ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കീഴെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ മറ്റ് NGOകളുമായി ബന്ധപ്പെട്ട് ഈ NGOകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ജെൻസി യഥാർത്ഥത്തിൽ ഇവരുടെ കളിപ്പാവയായി, ഇവരുടെ ഒരു ടൂളായി മാറുകയാണ്. ഈ വിഭാഗത്തിന്റെ, ഇത് ലോകം മുഴുവനും പിടിച്ചടക്കാനോ ലോകം മുഴുവനും അസ്ഥിരപ്പെടുത്താനോ വേണ്ടി ഭരണകൂടങ്ങൾക്കും ഉപരിയായി, ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന NGOകളുടെയും ഉപരിയായി ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജെൻസിയെ നമ്മൾ എത്രമാത്രം ഗൗരവമായി കാണണമെന്നും ജെൻസി ഇവരുടെ കയ്യിലെ ടൂളായി മാറിയാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുക. ഒന്ന് രണ്ട് ഉദാഹരണത്തിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് അതിഭീകരമാണ്.
കാരണം ഇവരുടെ സാമ്പത്തിക ശേഷിയും ഇവരുടെ സ്വാധീനവും അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഇത് ഏത് വഴിക്കാണ് നമ്മുടെ നാട്ടിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പോഴ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ബീഹാർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ നടന്നിരുന്ന വോട്ട് ചോരി എന്ന ഒരു പ്രക്ഷോഭമുണ്ടായിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെയും അതുപോലെ നമ്മളുടെ ഈ ഇലക്ഷൻ കമ്മീഷനെയും സർക്കാരിനെയും വോട്ടിംഗ് രീതിയെയും ഒക്കെ അപഹസിക്കുന്ന, അതിനെ വില കുറച്ച് കാണിക്കുന്ന, അതിനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ ഒരു സാധാരണ വോട്ടറെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ഭാരതത്തിൻ്റെ ഏതാനും ശക്തികൾ, ഭാരതം ഒരു ശക്തിയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തേത് നമ്മുടെ ഡെമോക്രസിയാണ്. ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഓരോ വർഷവും നടക്കുന്ന വിവിധ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകൾ ലോകത്തിനൊരു അത്ഭുതമാണ്, വിസ്മയമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളത് നമുക്ക് എന്തെല്ലാം കോട്ടങ്ങളുണ്ടെങ്കിലും ശരി, ഈ ജനാധിപത്യത്തിന് തന്നെ എന്തെല്ലാം കോട്ടങ്ങളുണ്ടെങ്കിലും ശരി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് ലോകം ഇതുവരെ അതിനെ വിലയിരുത്തി പോന്നിരുന്നത്. എന്നാൽ അതിനെ അപഹസിക്കാനും അതിനെ വില കുറച്ച് കാണിക്കാനും വേണ്ടി നടക്കുന്ന ഈ വോട്ട് ചോരി പ്രക്ഷോഭം ഇതെവിടെ നിന്നായിരുന്നു വന്നത്? വോട്ട് ചോരി പ്രക്ഷോഭം എന്ന നിലയിൽ ഇത് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഒരു സർവേ പ്രസിദ്ധീകരിച്ചിരുന്നത്. ആരായിരുന്നു? CSDS എന്ന ഒരു NGO. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഈ സഞ്ജീവ് കുമാർ എന്ന ഒരു വ്യക്തി പ്രസിദ്ധീകരിച്ച ഒരു സർവേ. ആ സർവേയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് പേരുടെ പേര് കാണാനുണ്ട്, കാണാനില്ല, അങ്ങനെയാണ് ഇന്ന് നിയോജകമണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര കേന്ദ്രമായിട്ട് ഈ CSDS പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന സർവേ റിപ്പോർട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. ഈ സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്ന താമസം അത് ഇന്നത്തെ ഇന്ത്യൻ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും, ഈ CSDS എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, CSDSൻ്റെ. അപ്പോൾ ഡെവലപ്പിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സെൻറ്റർ എന്നുള്ള ഒക്കെയാണ്. അവർ NGO ആണ്, അവർക്ക് ഗ്രാൻഡ് കിട്ടാറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഈ സർവേ റിപ്പോർട്ടിൽ വമ്പിച്ച അഴിമതി, ഈ നമ്മുടെ വോട്ടെടുപ്പിൽ വമ്പിച്ച അഴിമതി നടന്നിട്ടുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്രിമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ സർവേ റിപ്പോർട്ട്. ആ സർവേ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് TVയിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തെ, അതായത് CSDSൻ്റെ ഈ ഡയറക്ടറെ, ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യക്തിയെ, സഞ്ജീവ് കുമാർ എന്ന അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 7-8 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ വൈറലാണത്. അത് രാജ്യം മുഴുവനും ലോകം മുഴുവനും പ്രചരിച്ച ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അർണാബ് ചോദിക്കുന്നു, നിങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് തെറ്റല്ലേ, അത് കള്ളമല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നു, ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വ്യക്തി പറയുന്നു, അതെ, അത് കള്ളമാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ജനങ്ങളോട്, രാജ്യത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോളജി 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 എന്നുള്ള വാക്ക് നിരന്തരം അദ്ദേഹം ആ വീഡിയോയിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയും. ഞാൻ മാപ്പ് ചോദിക്കുന്നു, രാജ്യത്തോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് മാപ്പ് ചോദിക്കുന്നു, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അത് തെറ്റാണ്, തെറ്റ് പറ്റിപ്പോയതാണ്, അത് എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് തെറ്റായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അർണാബ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് മറുപടി. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ പറഞ്ഞ
ഈ സർക്കാരുകളെയും നിയന്ത്രിക്കുന്ന ഇതുപോലുള്ള സംഘടനകൾ, അത് ഫോർഡ് ഫൗണ്ടേഷൻ ആയിരുന്നാലും ശരി, ഈ പറഞ്ഞതും പറയാത്തതുമായ ഏത് ഫൗണ്ടേഷൻ ആയിരുന്നാലും ശരി, ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. ഈ റിപ്പോർട്ട് കാണേണ്ട താമസം, ഈ റിപ്പോർട്ട് എല്ലാം പറഞ്ഞ് ശരിയാക്കി നിർത്തിയിരുന്നത് പോലെ ഇത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഏറ്റെടുക്കുകയും വോട്ട് ചോരി എന്ന പേരിൽ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവനും അവഹേളിക്കാനുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു. എന്നാൽ ഇത് നിങ്ങൾ ഈ സ്വീകരിച്ചിട്ടുള്ള ഈ സർവേ റിപ്പോർട്ട് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എന്നുള്ളത് അവർക്ക് വിഷയമേ അല്ല. കാരണം അതുകൊണ്ടാണ് എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കോടതിയിൽ പോവുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം, ജനങ്ങളോട് പറയുക എന്നുള്ളതാണ്. ഇതാണ് ഈ വോട്ട് ചോരി പ്രക്ഷോഭക്കാരുടെ മറുപടി. ഞാൻ പറഞ്ഞു വന്നത്, ഇതാരാണ് ഈ അജണ്ട നിശ്ചയിക്കുന്നത്? ഈ രാജ്യത്തെ തകർക്കുക, അസ്ഥിരതയുണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് കൊണ്ടു നടക്കുന്ന, പ്രതിപക്ഷമായിരുന്നാലും ശരി, അല്ലെ ഏതെങ്കിലും മതസംഘടനകളായിരുന്നാലും ശരി, ഇവരൊക്കെ ഇന്ന് ഇവരുടെ അജണ്ട നിശ്ചയിക്കുന്നത് ഇവരല്ല. അത് ഫോർഡ് ഫൗണ്ടേഷനും സോറസിനെയും പോലുള്ള നേരത്തെ സൂചിപ്പിച്ച ഈ NGOകളെയും നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ള അജണ്ട നിശ്ചയിക്കുന്നത്. മറ്റൊരു വിഷയം നമ്മളുടെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരൊറ്റ വിഷയത്തെ സംബന്ധിച്ച്, ജാതി സെൻസസ് എന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തതും അതിൻ്റെ പേരിൽ നടന്ന കോലാഹലങ്ങളും ഒക്കെ ഈ വോട്ട് ചോരി പ്രക്ഷോഭം പോലെയല്ല, വോട്ട് ചോരി വിഷയം പോലെയല്ല. അത് ഇപ്പോഴ് ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. അത് സർവേ പ്രസിദ്ധീകരിച്ചത് തന്നെ അത് കളവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശ ധാരണ ഉണ്ടോ, ഇത് പ്രതിപക്ഷത്തിന്റെ കള്ളക്കളിയാണ്, അത് അവര് വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി അത് ബോധ്യപ്പെടുത്താൻ കഴിയും. എന്നാൽ ജാതി സെൻസസിന്റെ വിഷയം അതല്ല. അതിനുമപ്പുറത്തേക്ക് ഭാരതത്തിനകത്ത് കാലാകാലമായി എന്തെല്ലാം മുന്നേറ്റങ്ങളും എന്തെല്ലാം ഗുണങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മളുടെ ഒരു വലിയ ഒരു ദൗർബല്യം തന്നെയാണ് ജാതീയത. ജാതീയത മനുഷ്യന്റെ എത്രയോ കാലങ്ങളായി മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമാലമായിട്ടുള്ള ഒരു വികാരമാണ് എന്നതുകൊണ്ട് അത് എളുപ്പത്തിൽ അത് ജ്വലിപ്പിക്കാൻ കഴിയും, എളുപ്പത്തിൽ അതിനെ മുതലെടുക്കാൻ കഴിയും. ഇത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിനറിയാം. ഭാരതത്തെ ദുർബലപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ആയുധം ജാതീയതയാണ് എന്ന് ഡീപ് സ്റ്റേറ്റിനറിയാം. അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഈ സമീപകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ചില വസ്തുതകളുണ്ട്. ബ്രിട്ടീഷുകാർ അധികാരം നിലനിർത്താൻ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ അധികാരം നിലനിർത്താൻ ശ്രമിച്ചത് ജാതീയമായി വിഭജിച്ചുകൊണ്ടായിരുന്നു. മതപരവും ജാതീയവുമായി വിഭജിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുക എന്നതാണ് എളുപ്പം എന്നവർക്കറിയാമായിരുന്നു. അവരത് തന്നെയായിരുന്നു ശ്രമിച്ചത്. ഈ വിഭജനമുണ്ടായത് എങ്ങനെയാണ്? വിഭജനമുണ്ടായതും മതപരമായി മതപരമായ വിഭജനമായിരുന്നു. മതങ്ങളെ തമ്മിൽ അകറ്റിക്കൊണ്ടുള്ള വിഭജനം, അങ്ങനെയാണ് വിഭജനം നടത്തിയത്. അതിനുശേഷം 2047 ആകുമ്പോഴേക്കും പോപ്പുലർ ഫ്രണ്ട് അധികാരം പിടിക്കും, അവർ ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയും. നമ്മളുടെ കേരളത്തിലെ ഒരു 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 കൊടും ഭീകരൻ അവർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് സുപരിചിതമാണ്. ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ സമ്മേളനത്തിൽ, അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് നമ്മൾ എങ്ങനെയാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ജയിപ്പിക്കുക, എങ്ങനെയാണ് തമിഴ്നാട്ടിൽ, എങ്ങനെയാണ് ആന്ധ്രയിൽ, കർണാടകയിൽ, ഗുജറാത്തിൽ, അതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലും എങ്ങനെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ വിജയിപ്പിക്കാൻ കഴിയുക. എന്നിട്ട് അദ്ദേഹം അവരോട് കൊടുക്കുന്ന ഉപദേശം, ഇന്നുന്ന ഓരോ സംസ്ഥാനവും എടുത്ത് അവിടെ ഇത്ര ശതമാനം ഹിന്ദുക്കൾ, ഇത്ര ശതമാനം മുസ്ലിങ്ങൾ, ഹിന്ദുക്കളിൽ ഇത്ര ശതമാനം ഇന്ന വിഭാഗം, നായർ സമുദായം ഇത്ര, ഈഴവ സമുദായം ഇത്ര, മറ്റിത്ര, തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെ, ഇവിടെ യാദവന്മാർ ഇത്ര, മറ്റേത് ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും ജാതീയമായി വിഭജിച്ചുകൊണ്ട് ദളിതന്മാരെയും പിന്നോക്ക വിഭാഗങ്ങളെയും മറ്റ് ജാതിയിൽപ്പെട്ട 1-2 വിഭാഗങ്ങളെയും നമ്മളോടൊപ്പം ചേർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ സവർണ മേധാവിത്വത്തെ തകർക്കാം. നമുക്ക് 2047
ഭരണം സ്ഥാപിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നത് നമ്മളെല്ലാം. അതായത് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ഭാരതത്തെ ജാതീയമായി വിഭജിക്കണം. മറ്റൊരു ഉദാഹരണം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. 1980കളുടെ അവസാനം അയോധ്യ പ്രക്ഷോഭം വളരെ ശക്തമായി ഈ രഥയാത്രയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആ സന്ദർഭത്തിൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു ഹൈന്ദവ ഐക്യം രൂപപ്പെട്ടു വരുന്ന പ്രതീതിയായിരുന്നു രാജ്യം മുഴുവനും. അതായത് ജാതീയമായ ചിന്താഗതിക്കുപരിയായി ഹിന്ദു സമൂഹം സംഘടിച്ചു വരുന്നു, അതൊരു വമ്പിച്ച ശക്തിയായി മാറുന്നു, ഒരു മുന്നേറ്റമുണ്ടാകുന്നു എന്ന് കണ്ട സമയത്തായിരുന്നു VP സിംഗ് മണ്ഡൽ കമ്മീഷൻ എടുത്ത് ഹിന്ദു സമൂഹത്തിന്റെ തലയിലേക്ക് എറിഞ്ഞത്. മണ്ഡൽ കമ്മീഷൻ തലയിൽ വീണതോടുകൂടി ഹിന്ദുക്കൾ ജാതീയമായ തർക്കം തുടങ്ങി. ജാതീയമായി അതുവരെ ഉണ്ടായിരുന്ന ഐക്യം ഭിന്നിച്ചു പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇത്ര ശതമാനം വേണം, അവർക്ക് അത്ര ശതമാനം വേണം, മറ്റവർക്ക് കൂടുതലാണ്, ഞങ്ങൾക്ക് കുറവാണ് തുടങ്ങി മണ്ഡൽ കമ്മീഷന്റെ പിന്നിലായി പിന്നീട്. അതായത് ഹൈന്ദവ ഐക്യം തടയണമെങ്കിൽ അതിനേറ്റവും പറ്റിയ ആയുധം ജാതിയാണ്. കാരണം ഈ സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളായി ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട്, അത് അത്രയ്ക്ക് വേരുറച്ചു പോയിട്ടുള്ളത് കൊണ്ട് അതിനെ എളുപ്പത്തിൽ ജ്വലിപ്പിക്കാനും എളുപ്പത്തിൽ സമൂഹത്തെ വികാരഭരിതരാക്കാനും കഴിയും ജാതീയത. അതുകൊണ്ട് ഈ ജാതി സെൻസസും ജാതീയമായ ഈ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും അത് എങ്ങനെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഈ ജൻസിയെയും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പുതിയ തലമുറയിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യവുമായി വലിയ ബന്ധങ്ങളില്ലാത്ത പുതിയ പദാവലി പോലും പുതുതായി സൃഷ്ടിച്ച, ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇപ്പോ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജൻസിയിൽ പെട്ടിട്ടുള്ള 1-2 പേരെ ഉണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് കേട്ടു എന്നിരിക്കട്ടെ, അവര് ഇതിന് കൊടുക്കുന്ന പേര് തന്ത വൈബ് എന്നാണ്. തന്ത വൈബ് എന്ന് പറയുന്ന സമയത്ത് അത് ഈ എന്താ പറയാ, ഈ ഏതോ കുറെ പടുവൃദ്ധന്മാര് ഇരുന്നിട്ട് എന്തൊക്കെയോ പുലമ്പുന്നു എന്നത് മാത്രമേ തന്ത വൈബിന് നമ്മൾ പച്ച മലയാളത്തിൽ അർത്ഥം കൊടുത്താൽ തന്ത വൈബ് എന്ന് പറയുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വെറുതെ എന്തൊക്കെയോ ഈ പ്രായം ചെന്നവര് പുലമ്പുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതെന്താ സാധനം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. ഈ തന്ത വൈബ് എന്ന് അവർ പറയുന്ന സമയത്ത് ഇതുപോലെ എത്രയോ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ടെർമിനോളജി തന്നെ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ആൽഫ എന്നും ബീറ്റ എന്നും അതൊക്കെ ഗണിതശാസ്ത്രത്തിലുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ തരത്തിലുള്ള കുറേ പദവാലികളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഈ വിഭാഗത്തെ എളുപ്പത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിന് ഉള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ വേറെ നിരവധി പ്രസ്ഥാനങ്ങൾ തന്നെ ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സാധാരണ പറയാറുണ്ട് കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയാറുണ്ട്. കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്നത് കരസേനയ്ക്ക്, ഇപ്പോൾ കരസേന സാധാരണ ഇപ്പോഴത്തെ യുദ്ധങ്ങളിൽ നിന്ന് ആദ്യമൊക്കെ യുദ്ധങ്ങളിൽ മുൻനിരയിലുണ്ടാകുക കരസേനയായിരുന്നു. എന്നാൽ കരസേന യുദ്ധത്തിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയും വ്യോമസേന മുന്നിൽ നടക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധ സംവിധാനമാണ് ഇപ്പോഴുള്ളത്. ഏതായിരുന്നാലും കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്നത് കരസേനയ്ക്ക് കയറി ചെല്ലാനുള്ള സ്ഥലത്ത് എവിടെയാണോ അവിടെ ആദ്യം തന്നെ ഈ വായുസേന, എയർഫോഴ്സ് ബോംബിംഗ് നടത്തും. ബോംബിംഗ് നടത്തി ക്ലിയർ ആക്കിയ സ്ഥലത്തേക്കാണ് കരസേന ചെല്ലുക. ഇതിനെയാണ് കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുക. ഇതുപോലെ ഈ കാർപ്പറ്റ് ബോംബിംഗ്, അതായത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളെ പ്രാവർത്തികമാക്കത്തക്ക രീതിയിലുള്ള ഒരു ഭൂമി ഒരുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. അതിൽ ഒന്നാണ്, നിരവധി സംഘടനകളല്ല, നിരവധി പ്രസ്ഥാനങ്ങളോ നിരവധി പരിശ്രമങ്ങളോ ഉണ്ട്. അതിലൊന്നാണ് കൾച്ചറൽ മാർക്സിസം. കൾച്ചറൽ മാർക്സിസം ഇവർക്ക് അനുകൂലമായ, ഇവർ ചിന്തിക്കുന്നതിന് അനുകൂല, അല്ലെങ്കിൽ ഈ ജൻസിയെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരു പശ്ചാത്തലമൊരുക്കിയത് ഇവർ കൂടിയാണ്, കൾച്ചറൽ മാർക്സിസ്റ്റുകൾ കൂടിയാണ്. കൾച്ചറൽ മാർക്സിസത്തിന്റെ ഒരു താല്പര്യങ്ങളിൽ ഒന്ന് കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. കുടുംബത്തെ തകർക്കുക എന്ന് പറയുമ്പം കുടുംബമാണ് യഥാർത്ഥത്തിൽ ഏകാധിപതികളുടെ നഴ്സറി.
കാരണം അച്ഛൻ എന്ന ഒരു 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 വ്യക്തിത്വം, ഇത് എന്തിനാണ് ഈ അച്ഛൻ ആരാണ്? അച്ഛൻ പറയുന്നു, അത് അന്തിമമായിട്ട് തീരുമാനം അച്ഛൻ്റെതാണ്. അച്ഛൻ പറയുന്നു പാടില്ല, പാടുണ്ട്, ഇത് വേണം, ഇത് വേണ്ട. അയാളൊരു സ്വേച്ഛാധിപതിയാണ് ഒരു കുടുംബത്തിൽ. ഈ അച്ഛൻ എന്ന സ്വേച്ഛാധിപതിയാണ് മക്കളെ സ്വേച്ഛാധിപതികളായി വളർത്തുന്നത്. അതുകൊണ്ട് കുടുംബം എന്നുള്ളത് സ്വേച്ഛാധിപത്യത്തിന്റെ നഴ്സറിയാണ്. അതുകൊണ്ട് കുടുംബം തകരണം. പിന്നെ എൻ്റെ അവകാശം ഞാൻ എന്ന്, അതായത് ഒരു ജൻസി, ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ ശരീരം എന്നുള്ളത് എൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അച്ഛനായില്ല, അമ്മയല്ല, ഗുരുനാഥനല്ല, ആരായിരുന്നാലും ശരി, എൻ്റെ ശരീരത്തിൽ തുടരുത്. കാരണം മൈ ബോഡി മൈ ഡിസിഷൻ, അല്ലെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്, അതിൻ്റെ അവകാശം എനിക്കാണ്. എൻ്റെ അത് ഇപ്പോൾ അച്ഛനോ അമ്മയോ ഒരു മക്കള്, ഒരു വിശേഷം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, ഈ ഒരു നമ്മളുടെ തലമുറയിൽപ്പെട്ട ഒരു സദാചാര ബോധത്തിന് നിരക്കാത്ത ഡ്രസ്സ് ഇടുമ്പോൾ അതിനെ ഒരു ഉപദേശ രൂപേണ സൂചിപ്പിച്ചാൽ പോലും അതിനോട് അസഹിഷ്ണുത കാണിക്കുകയും മൈ ബോഡി മൈ ഡ്രസ്സ് എന്ന്, അത് എൻ്റെ അവകാശമാണ്, ഞാൻ എന്ത് ധരിക്കണം എന്നും പറയുന്ന മാനസികാവസ്ഥയിലേക്ക് പുതിയ ജൻസിയെ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സംഗതിയാണ് ഈ കൾച്ചറൽ മാർക്സിസം. കൾച്ചറൽ മാർക്സിസത്തിന്റെ ഒക്കെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അതൊക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള വിഷയങ്ങളാണ്. ഫാദർലെസ് അമേരിക്ക എന്ന 1980കളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകത്തിലൂടെയൊക്കെ ഒരുപക്ഷെ നമ്മളും കേട്ടിട്ടുണ്ടായിരിക്കും ആ വിഷയങ്ങളൊക്കെ. 45% കുട്ടികൾ അച്ഛൻ ആരാണെന്നറിയില്ലാത്തവർ, ചിലർക്ക് അമ്മയാണെന്നറിയില്ലാത്തവർ. സിംഗിൾ പാരന്റിങ് എന്ന ഒരു സ്വഭാവം തന്നെ, ഒരു പാരമ്പര്യം തന്നെ അവിടെ ഉടലെടുത്തു. ഈ 45% കുട്ടികളിൽ തന്നെ 25% കോളേജ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മക്കളാണ്, അവരുടെ അച്ഛനാണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ബാക്ക് ടു ഫാമിലി എന്ന മുദ്രാവാക്യം ഉയരുകയും കുടുംബം പ്രധാനമാണ് എന്ന ചിന്താഗതിയിലേക്ക് വരികയും ഒക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ശക്തിയാണ് കൾച്ചറൽ ഈ ജൻസിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ശക്തിയാണ് ഈ കൾച്ചറൽ മാർക്സിസവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വോക്കിസവും ഒക്കെ. ഇതൊന്നും കൂടാതെയാണ് ഗ്ലോബൽ മാർക്കറ്റിംഗ് ഫോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഗോള കമ്പോള ശക്തികൾ. ഈ ആഗോള കമ്പോള ശക്തികളുടെയും ഒരു കാഴ്ചപ്പാട് കുടുംബവും അതുപോലെയുള്ള മൂല്യബോധവും ഒക്കെ ഇതൊന്നും ഒക്കെ പഴഞ്ചനും പിന്തിരിപ്പിനുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികളൊക്കെ ഈ ജൻസിയെ സ്വാധീനിക്കാനും ഉപയോഗപ്പെടുത്താനും സദാ പരിശ്രമിച്ചുകൊണ്ട്, അതായത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുകൊണ്ടിരിക്കുന്നു ഈ ജൻസിയുടെ തലയ്ക്ക് മുകളിലൂടെ. എങ്ങനെയാണ് ഇത്തരം സംഘടനകൾ, ഇത്തരം NGOകളൊക്കെ, ഈ നേരത്തെ സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റിന് താഴെ വരുന്ന ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച NGOകൾ, ആ NGOകൾക്കും താഴെ വരുന്ന അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ, അവരുടെയും കീഴെ പിന്നെയും കുറേ സംഘടനകളും കാര്യങ്ങളും ഒക്കെ വേറെയുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ നമ്മളെ ജൻസിയെയും നമ്മളെ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷത്തെയും സ്വാധീനിക്കാൻ ഇത്തരം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് മാത്രം, 100,000 വിഷയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്നാൽ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് മാത്രം നമുക്ക് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാം. ഭാരതത്തിന്റെ ദൗർബല്യങ്ങളിൽ ഒന്നാണ് ജാതീയത. ആ പിഴവിനെ തങ്ങളുടെ ആയുധമാക്കുന്ന നിരവധി ശക്തികൾ ഭാരതത്തിനകത്തും പുറത്തും സജീവമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നത്. ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടിയ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തുമാത്രം കോലാഹലങ്ങൾ ഈ നാട്ടിലുണ്ടാക്കി എന്ന്. ഭാരതത്തെ ജാതീയമായി വിഭജിച്ച് ഒരു ദളിതസ്ഥാൻ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമം 1990 തുടങ്ങിയതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. അമേരിക്കയിലെ അന്ത്യോക്ക് ക്രിസ്ത്യൻ പാതിരിമാർ എന്ന് ആ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 5 സഭകളിലൊന്നാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ. അമേരിക്കയിലെ അന്ത്യോക്ക് ക്രിസ്ത്യൻ പാതിരിമാരായിരുന്നു ഇതിന് പിന്നിൽ അന്ന് ഉണ്ടായിരുന്നത്. അവർ അതിനു വേണ്ടി ദളിതസ്ഥാൻ എന്നൊരു പ്രസ്ഥാനവും വെബ്സൈറ്റും ആരംഭിക്കുകയുണ്ടായി അമേരിക്കയിൽ. അന്ന് അതിനനുയോജ്യരായ ഭാരതീയ മുഖങ്ങളെ തിരയുന്നതിന് വേണ്ടി അവർ ഈ വെബ്സൈറ്റിലൂടെ, അപ്പോൾ അവരുടെ ലക്ഷ്യം ഇന്ത്യയാണ്.
ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിഴവുകളിൽ ഒന്നാണ് ജാതീയത. അപ്പോൾ ഈ ജാതീയത എന്ന ആയുധത്തെ അതിശക്തമായി ഉപയോഗപ്പെടുത്തി അസ്ഥിരപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പ്രദേശം ഭാരതമാണ്. അപ്പോൾ ഭാരതത്തിനകത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മുഖം അതിനുവേണ്ടി തിരഞ്ഞു ഇവരുടെ വെബ്സൈറ്റിലൂടെ. ആദ്യമായി ആ ചൂണ്ടയിൽ കൊത്തിയ വ്യക്തിയാണ് പത്രപ്രവർത്തകനായ VT രാജശേഖരൻ. 25 വർഷം ഈ രാജശേഖരൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 1981 രാജിവെച്ചു. എന്നിട്ട് ഇവരോടൊപ്പം ചേർന്ന് ദളിത് വോയിസ് എന്ന മാസിക തുടങ്ങി. പിന്നീട് നിരവധി രാജ്യദ്രോഹ കുറ്റങ്ങളിൽ കുടുങ്ങി രാജശേഖരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ താൽക്കാലികമായി ദളിത്സ്ഥാൻ പദ്ധതിക്ക് മങ്ങലേറ്റു. എന്നാൽ അത് ഉപേക്ഷിച്ചിരുന്നില്ല. പിന്നീട് പുതിയ രൂപത്തിൽ ഈ ആശയം പുനർജനിച്ചു. അമേരിക്കയിൽ തന്നെയാണ് ഇക്വാലിറ്റി ലാബ്സ് എന്ന പേരിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇക്വാലിറ്റി ലാബ്സ് എന്ന പേരിൽ ഈ ഇക്വാലിറ്റി ലാബ്സിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ കുറിച്ച് അറിയുമ്പോഴാണ് ഇവരുടെ താല്പര്യം നമുക്ക് വ്യക്തമാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടിയ രാഷ്ട്രീയ പാർട്ടികൾ ആരുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു എന്ന്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ അജണ്ട നിശ്ചയിച്ചു കൊടുത്തത് ആരായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഒന്ന് സലീൽ ഷെട്ടി എന്ന് പറയുന്നത് VT രാജശേഖരന്റെ മകനാണ്. 2010-18 കാലത്ത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഇദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്നത് വിപ്രോയിലായിരുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ബംഗ്ലാദേശിൽ കണ്ട ഒരു കാര്യമുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു ഷെയ്ഖ് ഹസീന നടത്തിയിട്ടുള്ള ക്രൂരതകളാണ് അവിടുത്തെ പ്രക്ഷോഭങ്ങൾക്ക് കാരണമെന്ന്. ആംനസ്റ്റി ഇന്റർനാഷണൽ നയിക്കുന്നത് ആരൊക്കെയായിരുന്നു? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ തലപ്പത്തിരുന്നത് ആരൊക്കെയായിരുന്നു? ഒന്ന്, ഈ സലീൽ ഷെട്ടി ആരാണ്? അത് നമുക്ക് പിന്നീട് കാണാം. ഇദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്നത് വിപ്രോയിലായിരുന്നു. ഡീപ് സ്റ്റേറ്റിന്റെ തലതൊട്ടപ്പനായ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കാൻ ഇദ്ദേഹം വിപ്രോയിൽ നിന്ന് രാജിവെച്ചു. ഈ സലീൽ ഷെട്ടി എന്ന VT രാജശേഖരന്റെ മകൻ, അദ്ദേഹം വിപ്രോയിൽ നിന്ന് രാജിവെച്ചത് സോറസിന്റെ NGO ആയ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വിപ്രോയിൽ നിന്ന് രാജിവെച്ചത്. സോറസ് ഇദ്ദേഹത്തെ ഇക്വാലിറ്റി ഫൗണ്ടേഷനിലേക്ക് നിയോഗിച്ചു. അപ്പോൾ ഇക്വാലിറ്റി ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം, ഒരു NGO അമേരിക്കയിൽ ആരംഭിക്കുകയും അത് ജാതീയത മുഖ്യ വിഷയമായി ഭാരതത്തിൽ ഒരു ദളിത് സ്ഥാൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോൾ സോറസിന്റെ ധനസഹായം സ്വീകരിക്കുന്ന നിരവധി പേരുമായി ഇയാൾ ബന്ധം പുലർത്തുന്നു. നിയമം ലംഘിച്ച് കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചതിന് ഇയാൾക്കെതിരെ കേസുകളുണ്ട്. 2, ഹർഷ് മന്ദർ അമേരിക്കയിലും ഇന്ത്യയിലും ഇസ്ലാമിനു വേണ്ടി പ്രചരണം നടത്താൻ പാകിസ്ഥാൻ അമേരിക്കയിൽ രൂപീകരിച്ച ഡോട്ടോ ഡാറ്റാബേസിന്റെ ഉപദേശക സമിതി അംഗമാണ്. കൂടാതെ സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായിരുന്നു ഹർഷ് മന്ദർ. അപ്പോ ഒന്ന് സലീൽ ഷെട്ടിയാണ്, ഒന്ന് ഹർഷ് മന്ദറാണ്. രണ്ടുപേരും സോറസിന്റെ നോമിനികളാണ്. 3, തേൻമൊഴി സൗന്ദരരാജൻ. തമിഴ് വംശജിയായ ഈ അമേരിക്കക്കാരി അതിനു മുമ്പ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റിയിലായിരുന്നു. അപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽപ്പെട്ട 3 പേരായി ഈ പറഞ്ഞ സംഘടനയില്. 4, അരുണ ലോഹിതാക്ഷി സംഘപാലി. ട്വിറ്ററിന്റെ മുൻ CEO ജാക്ക് ഡോർസിയുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തെ തകർക്കുക, ജാതിവർണ്ണ വിവേചനം അവസാനിപ്പിക്കുക എന്ന പേരിൽ 2018 നടത്തിയ ഭാരതവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുഖ്യ സംഘാടകയായിരുന്നു സംഘപാലി. ഈ പ്രതിഷേധ പരിപാടിയിൽ NDTVയിലെ ബർഖാദത്തും പങ്കെടുത്തിരുന്നു. അതായത് അമേരിക്കയിൽ പോയി ബർഖാദത്ത് ഭാരതത്തിനെതിരെ സമരം ചെയ്തിരുന്നു എന്ന്. പരസ്യമായി ഭാരത ജനാധിപത്യത്തെ പരിഹസിച്ച വ്യക്തിയാണ് ജാക്ക് ഡോർസി, അതായത് നേരത്തെ സൂചിപ്പിച്ച ട്വിറ്ററിന്റെ മുൻ CEO. ട്വിറ്ററിന്റെ പുതിയ ഉടമ ഇലോൺ മസ്ക് പുറത്തുവിട്ട ട്വിറ്റർ ഫയൽസ് എന്ന രേഖയിൽ സോർസി നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തികഞ്ഞ ഇന്ത്യ വിരുദ്ധ ആയിരുന്നു ഈ സംഘപാലി.
5 മാരിസുക്ക് മൈത്രേയി. ഇവർക്ക് വള്ളി കരുണാകരൻ എന്ന പേരുമുണ്ട്. പാകിസ്ഥാൻ ജമാഅത്ത് 1960കളിൽ അമേരിക്കയിൽ രൂപീകരിച്ച ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ ഡയറക്ടറും ISI നടത്തുന്ന ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലിന്റെ പ്രവർത്തകയുമാണ് വള്ളി കരുണാകരൻ. അപ്പോ പാകിസ്ഥാൻ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ സംഘടനകളുടെ ഭാഗമായിരുന്ന 2 പേരായി, ഒന്ന് ഹർഷമന്ദിറും ഒന്ന് ഈ പറഞ്ഞ വള്ളി കരുണാകരനും. 6 നതാഷ ദാർ. ഭാരതവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് പാക് ചാരസംഘടനയായ ISI അമേരിക്കയിൽ രൂപം നൽകിയ സ്റ്റാൻഡ് വിത്ത് കാശ്മീർ SWK എന്ന സംഘടനയുടെ പ്രവർത്തകയായ നതാഷ സ്ഥാപനത്തെ പാക് ജമാഅത്തുമായും ISIയുമായും ബന്ധിപ്പിക്കുന്ന മുഖ്യകണ്ണിയാണ്. അതായത് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഇവർ രൂപീകരിച്ചിട്ടുള്ള ഈ NGOയെ പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് നതാഷ ദാർ. ഇവരിൽ തേൻമൊഴിയും മൈത്രേയിയും നതാഷയും ചേർന്ന് പടച്ചുണ്ടാക്കി 2018 പ്രസിദ്ധീകരിച്ച ജാതി വിവേചനത്തെക്കുറിച്ചുള്ള ഏക സർവേ റിപ്പോർട്ടിലൂടെയാണ് ഇക്വാലിറ്റി ലാബ്സ് ഭാരതവിരുദ്ധ അജണ്ടകൾ നടപ്പാക്കി തുടങ്ങിയത്. അതിനായി അവരാദ്യം ചെയ്തത് വിഷയം ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഭാരതത്തെ അവഹേളിക്കാനുള്ള ശ്രമമാണ്. ഇതൊരു വലിയ പ്രശ്നമാക്കി കൊണ്ടുവരണം. ഭാരതത്തിൽ ജാതീയതയുണ്ട്, അല്ലെങ്കിൽ ലോകം ഭാരതത്തിന്റെ ജാതീയതയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കണം. അതിനുവേണ്ടി അവർ ചെയ്തത് 2020-22 കാലത്ത് സിസ്കോയുമായും ഗൂഗിളുമായും അവർ ഏറ്റുമുട്ടി. സിസ്കോ കമ്പനിയിൽ ഭാരതവംശജരായ 2 ജീവനക്കാർ ഒരു ദളിത് ജീവനക്കാരനോട് വിവേചനം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവർ കാലിഫോർണിയ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. തുടർന്ന് കമ്പനിക്കെതിരെ പ്രചരണം ആരംഭിച്ചു. അമേരിക്കയ്ക്ക് പുറത്തുള്ളവരോട് പിന്തുണയ്ക്കാനും കൂട്ടപ്പരാതികൾ അയക്കാനും അവർ ആഹ്വാനം ചെയ്തു. കേസ് കാലിഫോർണിയയിലെ കോടതി തള്ളിക്കളഞ്ഞെങ്കിലും ജാതി വിവേചനത്തെക്കുറിച്ചുള്ള ചർച്ച തുടർന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യവും. വിവിധ കേസുകൾ കോടതികളിൽ എത്തിച്ചു. ജാതി വിവേചനം പാടില്ല എന്ന ഉത്തരവ് കോടതി വിധിയിലൂടെ സമ്പാദിച്ചു. അപ്പോൾ ജാതി വിവേചനമുണ്ട്, ഭാരതീയ സമൂഹം എവിടെയൊക്കെ ജാതി വിവേചനമുണ്ട് എന്ന് കോടതി വിധിയിലൂടെ പറഞ്ഞു. ഈ തന്ത്രം US-ലെ വിവിധ സർവകലാശാലകളിലും അവർ പ്രയോഗിച്ചു. അതിന്റെ ഫലമായി US-ന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജാതി വിരുദ്ധ ബിൽ, അവർക്ക് വർണ്ണവിവേചന നിരോധനത്തിന്റെ ബില്ലുണ്ട്, എന്നാൽ അമേരിക്കയിൽ ഇത്രയും കാലം ജാതി വിവേചനത്തിന്റെ നിയമമില്ലായിരുന്നു. ആദ്യമായി ജാതി വിവേചന വാഷിംഗ്ടണിലെ ചരിത്രത്തിലാദ്യമായി ഒരു ജാതി വിരുദ്ധ ബിൽ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സിറ്റി കൗൺസിൽ പാസാക്കി. തുടർന്ന് കാലിഫോർണിയയിലും ബ്രാൻഡിസ് സർവകലാശാലയിലും ഹാർവാർഡ് സർവകലാശാലയിലും ബ്രൗൺ സർവകലാശാലയിലും ഒക്കെ ജാതി വിവേചനം നിരോധിച്ചുകൊണ്ടുള്ള നിയമമുണ്ടാക്കി. ചുരുക്കത്തിൽ ജാതി വിഷയം അമേരിക്കയിലും യൂറോപ്പിലും അടക്കം ഭാരതത്തിന് പുറത്ത് സജീവമാക്കി ആഗോളതലത്തിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ഭാരതത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആഗോള അംഗീകാരം തകർക്കാനും വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇക്വാലിറ്റി ലാബ്സ് ഈ നിയമയുദ്ധത്തിലൂടെ നടത്തിയത്. സോറോസിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പോലുള്ള സംഘടനകൾ നടത്തുന്ന ഡിസ്മാൻഡലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ, ആഗോള ഹിന്ദുത്വത്തെ തകർക്കുക, ഇതുപോലുള്ള പ്രോജക്റ്റുകൾക്ക് അടിസ്ഥാനമൊരുക്കുക എന്ന ദൗത്യമാണ് ഇക്വാലിറ്റി ലാബ്സ് പോലുള്ള സംഘടനകൾ ചെയ്യുന്നത്. ഭാരതത്തിലെ ഹിന്ദുക്കളിലെ ജാതി മാത്രമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഇന്റർവ്യൂവിൽ അർണാബ് ഗോസ്വാമി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സഞ്ജീവ് കുമാറിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ വിഷയം മാത്രമാണോ, അതോ നിങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ജാതീയതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു മറുപടി. ഇത് തന്നെയാണ് ഇക്വാലിറ്റി ലാബ്സും ചെയ്തത്. ഭാരതത്തിലെ ഹിന്ദുക്കളിലെ ജാതി മാത്രമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങളിലെ ജാതീയതയെക്കുറിച്ച് ഇവർ നിശബ്ദരാണ്. 1985-92 കാലത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രൊജക്ട് എന്ന പേരിൽ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ
മുസ്ലിങ്ങൾക്കിടയിൽ 584 സമുദായങ്ങളുണ്ട് എന്നും ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ 339 സമുദായങ്ങളുണ്ട് എന്നും ഈ സർവേയിലൂടെ കണ്ടെത്തിയതാണ് ഈ പറഞ്ഞ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. പക്ഷേ ഇക്വാലിറ്റി ലാബ്സ് ഉയർത്തി കാണിക്കുന്നത് ഹിന്ദു സമൂഹത്തെ മാത്രമാണ്. ഇവർ ജാതി എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് പല വിഷയങ്ങളിലും ഭാരതവിരുദ്ധ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചു. ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി CAA പ്രതിഷേധങ്ങളിൽ ഇവർ സജീവമായി. കൂടാതെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRCയിലും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPRലും ഇതിലൊക്കെ മുസ്ലിം വംശഹത്യയാണ് എന്ന് വ്യാഖ്യാനിച്ച് ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചു ഈ ഇക്വാലിറ്റി ലാബ്സ്. അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാക് ജമാഅത്ത് സംഘടനകളായ ജസ്റ്റിസ് ഫോർ ഓൾ, ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക തുടങ്ങിയ സംഘടനകൾ ഇവർക്ക് പിന്തുണ നൽകി വരുന്നു. അതായത് ഈ ഇക്വാലിറ്റി ലാബ്സിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സോറോസിന്റെ സോറോസിന്റെ നോമിനികളാണ് ആ NGO നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്തുണയുമായി എത്തിയത് ISIയും പാകിസ്ഥാനും ജമാഅത്തും അതുപോലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിക പ്രചരണം നടത്തുന്ന വിഭാഗങ്ങൾ. കാരണം അവർക്ക് ഭാരതത്തിൽ താല്പര്യമുണ്ട്. ഇവർ ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നു. പണം വാങ്ങി ഭാരതത്തിനെതിരെ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി 2018 ഒരു വ്യാജ ജാതി സർവേ പ്രസിദ്ധീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഈക്വാലിറ്റി ലാബ്സ് ചെയ്തത്. ഇതിന്റെ തുടർച്ചയാണ് ജാതിയും ജാതീയതയും ദേശീയ തലത്തിൽ രൂക്ഷമാക്കി ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ജാതി സെൻസസിന് വേണ്ടി നടത്തിയ മുറവിളികൾ. ഭാരതത്തെ ദുർബലപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഭാരത പ്രവാസി സമൂഹങ്ങളെ ജാതിമത പ്രാദേശിക ഭേദമന്യേ ഒരു ഒറ്റാരണ ഭാരതീയന് ആരാണ് ഇക്വാലിറ്റി ലെവൽസ്, എന്താണ് ഇക്വാലിറ്റി ലെവൽസ് എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. അമേരിക്കയിൽ നടന്ന ഒരു പഠനമാണ്. ആ പഠനത്തിൽ ഭാരതത്തിൽ ജാതീയതയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുക. പക്ഷേ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആരാണ് ഇക്വാലിറ്റി ലാബ്സ്, ഇക്വാലിറ്റി ലാബ്സിന്റെ പ്രാഗ്രൂപം എന്തായിരുന്നു, ഇക്വാലിറ്റി ലാബ്സിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ആരുടെ നോമിനിയാണ്. അപ്പോഴാണ് നാം ഭരണകൂടത്തിനപ്പുറത്തേക്കുള്ള NGOകൾക്ക് മുകളിലുള്ള സോറസ് പോലുള്ള ഡീപ് സ്റ്റേറ്റിൽ എത്തുന്നത്. അപ്പോൾ ഭാരതത്തിലുള്ള ചെറിയ ചലനങ്ങൾ നിർഭാഗ്യവശാൽ സോറോസിനെ പോലെയുള്ളവരുടെ ഇത്തരോഷത്തോടുകൂടി ഏറ്റെടുത്ത് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന്. ജാതീയതയേക്കാൾ വലിയ ശാപമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും. അതുകൊണ്ട് നാം ജൻസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഭൂമികയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ, ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇവരുടെ ടൂളായി മാറിയാൽ നമ്മുടെ നാട്ടിലെ 65% വരുന്ന ഈ ജൻസി ഈ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലെ ടൂളായി മാറിയാൽ ബഹുമാന്യ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അത്യന്തം അപകടകരമായ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അക്കാഡമിക് പഠനത്തിൽ അവർ പറയുന്നു, ഗുണപരമായി ഇവരെ ഉപയോഗപ്പെടുത്താൻ, ഇവരെ എങ്ങനെയാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനനുസൃതമായ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അവർ അക്കാഡമിക് പഠനത്തിൽ പറയുന്നു. അപ്പോൾ നമുക്ക് ഇവരെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കരുത്. മറിച്ച് ഈ അക്കാഡമിക് പഠനത്തിൽ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിരുചികൾ, അവരുടെ മറ്റ് പ്രവണതകൾ, അവരുടെ ആഹാര രീതി, അതൊക്കെ എങ്ങനെ നമുക്ക് പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും? ഈ ഒരു വലിയ വിഷയമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്. അത് അത്ര എളുപ്പത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ചർച്ചയിലൂടെയൊന്നും നമുക്ക് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വ്യക്തിപരമായ നമ്മുടെ സമീപനം,
ആ സമീപനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കൂട്ടായ തീരുമാനത്തിന് മുന്നേ തന്നെ വ്യക്തിപരമായ സമീപനത്തിൽ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ അകറ്റി നിർത്തുകയോ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഗുണപരമായി ഈ വിഭാഗത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അവരുടെ സൈക്കോളജി, ഇന്നത്തെ ഇന്റർനെറ്റിന്റെ ഒരു ആധിപത്യം, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ പോലെയുള്ള ഈ ശക്തികൾ, ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയും സമീപനവും രൂപീകരിക്കേണ്ടുന്ന കാലഘട്ടത്തിലാണ് ജൻസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള വിഷയം അത്രയ്ക്ക് ഗൗരവമുള്ളതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.